ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന് ഇന്ത്യയിൽ 1.5 നൂറ്റാണ്ടിലധികം ചരിത്രമുണ്ട്. ഇന്റർനാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായത് 1885-ലാണെങ്കിൽ ടാറ്റ ഗ്രൂപ്പ് ഓഫ് ഇൻഡസ്ട്രീസിന്റെ സ്ഥാപനം 1868-ലാണ്. അതായത് ഇന്റർനാഷണൽ കോൺഗ്രസ് നിലവിൽ വരുന്നതിനും മുൻപേ സ്ഥാപിതമായ കമ്പനിയാണ് ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഈ ടാറ്റയാണ് ഇന്ത്യയിലെ ആദ്യത്തെ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി 1904-ൽ സ്ഥാപിക്കുന്നത്. അങ്ങനെ ഇന്ത്യയുടെ വളർച്ചയ്ക്കൊപ്പമായിരുന്നു ടാറ്റയുടെ വളർച്ചയും. ഇന്ത്യയുടെ വളർച്ചയെ ഓവർടേക്ക് ചെയ്യാൻ ഒരിക്കലും ടാറ്റ ശ്രമിച്ചിട്ടില്ല. നമുക്കറിയാം, അന്നു മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം, അതായത് ലോകത്തെ അതിസമ്പന്നരുടെ ചരിത്രം നോക്കിയാൽ അതിലൊന്നും ടാറ്റയുടെ പേരില്ല. എന്ന് വെച്ചാൽ ടാറ്റയിൽ തൊഴിൽ ചെയ്യുന്നവരെ ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെയാണ് കാണുന്നത് എന്ന് ടാറ്റയുടെ വിവിധ തരം ഫേംസിൽ ജോലി ചെയ്യുന്ന ഒത്തിരി പേരുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. എൻ്റെ തൊട്ടയൽവാസികൾ തന്നെയുണ്ട് അത്തരക്കാർ. അവരൊക്കെ പറയാറുണ്ട്, നമുക്ക് ഒരു വീട്ടിലെ അംഗത്തെ പോലെയുള്ള ഒരു ഫീലിംഗ് ആണ് ടാറ്റയിലെ ഏത് ഫേമിൽ വർക്ക് ചെയ്താലും എന്ന്. അപ്പം അങ്ങനെയുള്ള ടാറ്റ ആണ്. എന്നാണ് നമ്മുടെ എയർ ഇന്ത്യ ടാറ്റ തുടങ്ങുന്നത്? ടാറ്റ എയർ സർവീസസ്, JRD ടാറ്റ ആണ് എയർ സർവീസസ് ഇന്ത്യയിൽ ആദ്യമായി തുടങ്ങുന്നത്. അതുവരെ ഇന്ത്യയിൽ യാതൊരു എയർ സർവീസസും ഉണ്ടായിരുന്നില്ല ഇന്ത്യയുടേതായിട്ട്. 1932-ലാണ് ടാറ്റയുടെ എയർ സർവീസ് തുടങ്ങുന്നത്. അങ്ങനെ എയർ സർവീസസ് തുടങ്ങിയത് തന്നെ മെയിൽ സർവീസ് ആയിട്ടായിരുന്നു. അതായത് കറാച്ചി, മുംബൈ, ഡൽഹി, കൽക്കട്ട, അങ്ങനെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട അന്ന് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് ഇന്ത്യയാണ്. ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതിനകത്ത് പാകിസ്ഥാനും ഒക്കെ ഉൾപ്പെടുന്നതാണ്. അപ്പം അങ്ങനെ ഈ വിവിധ ഭാഗങ്ങളിലേക്ക് മെയിൽ കൊണ്ടുപോകുന്ന സർവീസസ് ആണ് ആദ്യഘട്ടത്തിലൊക്കെ ടാറ്റ എയർ സർവീസസ് നടത്തിയിരുന്നത്. അങ്ങനെ നടന്ന്, അത് ഓർക്കണം, ഈ ടാറ്റ സർവീസ് തുടങ്ങാൻ കാരണം തന്നെ ജാംഷഡ്ജി ടാറ്റയ്ക്ക് ഉണ്ടായിരുന്ന സിവിൽ ഏവിയേഷൻ താല്പര്യങ്ങൾ കൊണ്ടാണ്. നമ്മുടെ കുട്ടികളോട് പറന്നു പോകുന്ന ഒരു പ്ലെയിൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, മക്കളെ നിങ്ങൾക്ക് എന്താകാൻ ആഗ്രഹം എന്ന് ചോദിച്ചാൽ അവർ ഉടനെ പറയും ഒരു പൈലറ്റ് ആകാനാണ് ആഗ്രഹമെന്ന്. അതല്ല, ഒരു നല്ലവണ്ണം ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു കാറ് കാണിച്ചിട്ട് പറയുകയാണെങ്കിൽ ഡ്രൈവർ ആകാനാണ് താല്പര്യം എന്ന് പറയും. എന്ന് പറയുന്നത് പോലെ തന്നെ നമ്മുടെ ജാംഷഡ്ജി ടാറ്റയ്ക്ക് ഒരു പൈലറ്റ് ആകാൻ അതിയായ മോഹം ഉണ്ടായിരുന്നു കുട്ടിക്കാലം മുതലേ. ആ മോഹത്തെ താലോലിച്ചാണ് പൈലറ്റ് ലൈസൻസ് എടുക്കുന്നത് അദ്ദേഹം. അങ്ങനെ പൈലറ്റ് ലൈസൻസ് എടുത്തു കഴിഞ്ഞാണ് 1932 ആയപ്പോഴേക്കും അദ്ദേഹം എന്താ പറയുക, വിമാനം വാങ്ങുന്നു. അങ്ങനെ വിമാനത്തിന്റെ പൈലറ്റായി അദ്ദേഹം തന്നെ ഓടിച്ച് നടക്കുന്നു. പിന്നെ അതിനുണ്ടായ മാറ്റങ്ങളെ പറ്റി നമ്മളിവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ആദ്യഘട്ടത്തിലൊക്കെ മെയിൽ സർവീസാണ് നടത്തിയിരുന്നെങ്കിൽ കാലക്രമേണ പാസഞ്ചർ സർവീസും ഏറ്റെടുക്കുന്നു. അതും പക്ഷെ ഡൊമസ്റ്റിക് സർവീസ് മാത്രം, ഇന്ത്യക്കകത്ത് മാത്രം പാസഞ്ചേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകുന്ന ആ പാസഞ്ചർ സർവീസും പിൽക്കാലത്ത് ഏറ്റെടുക്കുന്നു. ടാറ്റ 1938-ലാണ് എയർലൈൻ ഒരു ടാറ്റ എയർലൈൻ എന്ന് പേര് മാറ്റുന്നത്. ടാറ്റ എയർലൈൻ എന്ന് പേര് മാറ്റുന്നത് 1938-ലാണ്. വലിയ ലാഭത്തിൽ ഓടിക്കൊണ്ടിരുന്ന ടാറ്റ എയർലൈൻ, ആ എയർലൈനെ അതായത് 2ാം ലോക മഹായുദ്ധകാലത്തിലും ഈ ടാറ്റ എയർലൈൻ വലിയ തോതിൽ പ്രയോജനപ്പെടുത്തി. എങ്ങനെയാണ് പ്രയോജനപ്പെടുത്തിയത്? അതായത് മിലിറ്ററി ആവശ്യങ്ങൾക്ക് വേണ്ടി, അതായത് മിലിറ്ററി ഉദ്യോഗസ്ഥരെ അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് കൊണ്ടുപോവുക, അതുപോലെ വളരെ പ്രധാനപ്പെട്ട മിലിറ്ററി എക്യുപ്മെന്റ്സ് കൊണ്ടുപോകാൻ ഉപയോഗിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയും വലിയ തോതിൽ ടാറ്റയുടെ എയർലൈൻ ഉപയോഗപ്പെടുത്തി. അങ്ങനെയൊക്കെ ഉപയോഗപ്പെടുത്തി അത് വളരെ ലാഭത്തിൽ മുന്നോട്ട് പോകുന്ന കാലഘട്ടത്തിലാണ് 1947-ൽ നെഹ്റു, അന്നത്തെ പ്രധാനമന്ത്രിയായി ഇരുന്ന നെഹ്റു 49% ഓഹരികൾ ഏറ്റെടുത്തുകൊണ്ട്
ടാറ്റയിൽ പങ്കുചേരുന്നു. അതായത് ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനി ആകണമെങ്കിൽ 51% ഓഹരി വേണം. ഇത് 49%. അതായത് ടാറ്റയ്ക്ക് തന്നെ അപ്പോൾ നിർബന്ധമുണ്ടായിരുന്നിരിക്കണം തന്റെ ഓണർഷിപ്പിൽ നിന്ന് ഇതിന്റെ ഓണർഷിപ്പ് മാറരുതെന്ന്. അതുകൊണ്ടായിരിക്കണം 49% ഓഹരികൾ നെഹ്റു ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ്, നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന ഇന്ത്യ ഗവൺമെന്റ് ഏറ്റെടുത്ത് അതിനെ ഒരു സ്ഥാപനമാക്കി അങ്ങനെ മാറ്റുന്നു. പേര് എയർ ഇന്ത്യ എന്നാക്കി മാറ്റി. ടാറ്റ എയർലൈൻസിന് എയർ ഇന്ത്യ എന്ന പേരും കൊടുത്ത് 1947 സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ 49% ഷെയർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏറ്റെടുത്തുകൊണ്ട് എയർ ഇന്ത്യ എന്ന പേര് മാറ്റം ഉണ്ടാകുന്നത്. ഇനി 1953 എന്ത് സംഭവിച്ചു? മുഴുവൻ ഷെയറുകളും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏറ്റെടുത്തു. അങ്ങനെ എയർ ഇന്ത്യ ഒരു ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനം, പിന്നെ വിമാന സർവീസായി മാറുന്നു. അത് മാത്രവുമല്ല, അതിനു മുൻപ് തന്നെ അന്താരാഷ്ട്ര സർവീസ്, പാസഞ്ചർ സർവീസും എല്ലാം തുടങ്ങിയിരുന്നു. അതോടുകൂടി ഇന്ത്യയുടെ പൂർണ്ണ ചുമതലയിൽ വന്നതോടുകൂടി, അതായത് 2.8 കോടി രൂപ അന്ന് ടാറ്റയ്ക്ക് കൈമാറിക്കൊണ്ടാണ് അതിന്റെ മുഴുവൻ ഓണർഷിപ്പും, അതായത് അതിനെ ഒരു പൊതുമേഖല, സ്വകാര്യ മേഖല കമ്പനിയായിരുന്നു. പിന്നീട് പാർട്ട്ണർഷിപ്പ്, അതായത് 49%, 1947 49% ഓഹരികൾ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏറ്റെടുത്തു. അതിനുശേഷം 1953 ബാക്കിയുള്ളതും കൂടി, അതായത് പൂർണ്ണമായിട്ട് 100% ഓഹരികളും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കൈകളിലുള്ള ഒരു പൊതുമേഖല എയർ ലൈൻ കമ്പനിയായിട്ട് ഇത് മാറുന്നു. അങ്ങനെ എയർ ഇന്ത്യ ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട് മാറുന്നു. 2.8 കോടി രൂപയാണ് അന്ന് ടാറ്റയ്ക്ക് ഇതിന്റെ പ്രതിഫലമായിട്ട് നൽകിയത്. അതൊക്കെ കഴിഞ്ഞ് അതായത് എന്താണ് സംഭവിച്ചത് എന്ന് നമുക്ക് നോക്കാം. അതായത് വളരെ ലാഭത്തിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു കമ്പനിയാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇങ്ങനെ ഏറ്റെടുക്കുന്നത്. ഏറ്റെടുത്തു കഴിഞ്ഞ് 68 വർഷങ്ങൾക്ക് ശേഷം, അപ്പം ആ 68 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ എന്ത് സംഭവിച്ചു എന്നുകൂടി നമ്മൾ നോക്കേണ്ടതാണ്. 1994 ഇന്ത്യയില് വിമാന സർവീസസ്, അതായത് സ്വകാര്യ വിമാന കമ്പനികൾക്ക് കൂടി ഇന്ത്യയിൽ സർവീസ് നടത്താം. അതിനു മുൻപ് ഇന്ത്യൻ എയർലൈൻസ്, അതായത് ഈ പിന്നെ ടാറ്റ എയർലൈൻസിനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വാങ്ങിയതിന് ശേഷം അതിനെ 2 കമ്പനികളായിട്ട്, ഒന്ന് ഇന്ത്യക്കകത്ത് മാത്രം ഓടുന്ന കമ്പനികൾ, അതായത് ഇന്ത്യൻ എയർലൈൻസ് കോർപ്പറേഷൻ ലിമിറ്റഡും പിന്നെ എയർ ഇന്ത്യ കോർപ്പറേഷൻ ലിമിറ്റഡും, അതായത് അതിനെ പിൽക്കാലത്ത് ഇന്ത്യൻ എയർലൈൻസ് എന്നും എയർ ഇന്ത്യ എന്നും റീനെയിം ചെയ്തു, പേര് മാറ്റി. അതായത് 2 കമ്പനികളായിട്ട് ഇതിനെ ബൈഫർക്കേറ്റ് ചെയ്യുന്നു. എപ്പോൾ? ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒരു പൊതുമേഖലാ സ്ഥാപനമായി തീർന്നതിന് ശേഷം. ഒന്ന് ഇന്ത്യക്കകത്ത് മാത്രം സേവനം നടത്തുന്ന കമ്പനി, അതാണ് ഇന്ത്യൻ എയർലൈൻസ് കോർപ്പറേഷൻ. 2 ഇന്ത്യക്ക് വെളിയിലേക്ക്, ഇന്ത്യയും അന്താരാഷ്ട്ര വിവിധ രാജ്യങ്ങളുമായി ബന്ധം പുലർത്തുന്ന പിന്നെ പാസഞ്ചേഴ്സ് ആയിട്ട് സേവനം നടത്തുന്ന കമ്പനി, അതിനെയാണ് എയർ ഇന്ത്യ എന്ന പേരിലും ആക്കി. ഈ 2 കമ്പനികളായി പെർഫോം ചെയ്യാൻ തുടങ്ങിയതിന് ശേഷമാണ് 1994 വരെ വലിയ കുഴപ്പമില്ലാതെ നല്ല ലാഭത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നു. ധാരാളം പേർക്ക് തൊഴിൽ കൊടുക്കുന്നു. അങ്ങനെ അന്താരാഷ്ട്ര രംഗത്തും ആഭ്യന്തര രംഗത്തും നല്ലവണ്ണം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് 1994. അപ്പോൾ അന്ന് 94 എന്ന് പറയുമ്പോൾ നമ്മൾ ഓർക്കണം, 1990-91 കാലഘട്ടത്തോടു കൂടി സ്വകാര്യവൽക്കരണം, അതായത് LPG, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഇങ്ങനെ അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കടക്കണിയിലേക്ക് പോകാനായ സമയത്താണ് നമ്മളോട് IMF പറയുന്നത്, നിങ്ങൾ എന്താണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ ഈ 3 പ്രോസസ്സും അണ്ടർഗോ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ലോൺ അക്കോമഡേഷൻ തരൂ എന്ന് പറഞ്ഞ് കണ്ടീഷൻസ് വെച്ചതോടുകൂടിയാണ് നമ്മൾ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ അംഗീകരിക്കേണ്ടി വന്നത്. അപ്പോൾ തീർച്ചയായിട്ടും 1990-കളിൽ നമുക്ക് നമ്മുടെ എയർലൈൻസും, അതായത് സ്വകാര്യ എയർലൈൻ കമ്പനികളെ ഇങ്ങോട്ട് അനുവദിക്കാനുള്ള സാധ്യതകളെ പറ്റിയും അവിടെ ഈ പറയപ്പെട്ട LPGയുടെ ഒപ്പം തന്നെ ആ ആശയവും വന്നു എന്ന് മാത്രമല്ല,
അതിനുള്ള പെർസുവേഷൻ, പ്രേരണ വളരെ ശക്തമായിട്ടുണ്ടായി അന്താരാഷ്ട്ര തലത്തിൽ. കാരണം ഇന്ത്യ ഒരു വലിയ പോപ്പുലേഷൻ ഉള്ള രാജ്യമാണ്. ഇന്ത്യയിൽ നിന്ന് ഒരുപാട് മൈഗ്രൻസ് ഉണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം പുറത്തു വന്ന മൈഗ്രേഷൻ സർവേ, IMF-ന്റെ മൈഗ്രേഷൻ സർവേ അനുസരിച്ച് ഏറ്റവും കൂടുതൽ മൈഗ്രൻസ് ഇന്ത്യയിൽ നിന്നാണ്. അതായത് ആഗോള തലത്തിലുള്ള മൈഗ്രൻസിൽ 22% ഇന്ത്യയിൽ നിന്നാണ്. അങ്ങനെയുള്ള ഒരു രാജ്യം. അപ്പൊ അന്തർദേശീയ വിമാന സർവീസ് എന്ന് പറഞ്ഞാൽ വളരെ ലാഭകരമായിട്ട് നടത്താവുന്ന ഒരു ബിസിനസ് ആണ് എന്നറിയുന്നത് കൊണ്ട് തന്നെ സ്വകാര്യ ഏജൻസികൾ ഈ രംഗത്തേക്ക് കടന്നു വരാൻ ആഗ്രഹിച്ചു. അങ്ങനെയാണ് 1994 നമ്മുടെ എയർലൈൻസും നമ്മൾ സ്വകാര്യവൽക്കരിക്കേണ്ടി വന്നത്. അങ്ങനെ സ്വകാര്യ എയർലൈൻ കമ്പനികൾ ഇങ്ങോട്ട് ഇന്ത്യയിലേക്ക് വന്നു. അതോടുകൂടി എയർ ഇന്ത്യയുടെയും ഇന്ത്യൻ എയർലൈൻസിന്റെയും മേൽ സമ്മർദ്ദമായി. അവരുടെ ലാഭം താഴേക്ക് പോകാൻ തുടങ്ങി. അങ്ങനെ കുത്തനെ ലാഭം താഴേക്ക് പോകാൻ തുടങ്ങിയതിന്റെ ഫലമായിട്ടാണ് 2022 ഒരു തിരിച്ചുപോക്ക്, അതായത് വലിയ നഷ്ടത്തിലായി എയർ ഇന്ത്യ. ഒന്നാമത് നമുക്കറിയാം, അതിന് പല കാരണം. ഒരു സ്വകാര്യ എയർ കമ്പനി പോലെയല്ല ഒരു പൊതുമേഖലയിലുള്ള കമ്പനി. എന്താ കാരണം? പൊതുമേഖല ഗവൺമെന്റിനെ സ്വാധീനിച്ച് ബജറ്റുകളിൽ ആവശ്യത്തിലേറെ സൗകര്യങ്ങളും സൗജന്യങ്ങളും മേടിച്ചെടുക്കും. അങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ, നമുക്കറിയാം കേരളത്തിൽ തന്നെ നഷ്ടത്തിൽ ഓടുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് ബജറ്റ് വഴിയാണ് ശമ്പളവും മറ്റ് സൗകര്യങ്ങളും കൊടുക്കാൻ വേണ്ടി ഗവൺമെന്റ് പണം ചെലവഴിക്കുന്നത്. അതുകൂടി കേരളത്തിന്റെ ധനപ്രതിസന്ധിക്ക് ഒരു വളരെ പ്രധാനപ്പെട്ട കാരണമാണ്. അങ്ങനെ തന്നെയായിരുന്നു ഇന്ത്യയുടെ കാര്യത്തിലും. പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ പലതും നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ പക്ഷേ മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായി വന്നതിന് ശേഷം നമുക്ക് നവരത്നങ്ങൾ ഉണ്ടായി. അതായത് നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരുന്ന വളരെ പ്രധാനപ്പെട്ട 9 പൊതുമേഖലാ സ്ഥാപനങ്ങളെ നവരത്നങ്ങളാക്കി ഉയർത്തുന്നതിൽ മൻമോഹൻ സിംഗിന്റെ എന്താ പറയുക നയങ്ങൾ, സാമ്പത്തിക നയങ്ങൾ വളരെയധികം ഗുണം ചെയ്തു. എങ്കിൽ പോലും ഈ എയർ ഇന്ത്യ, അതായത് എയർ ഇന്ത്യയെ രക്ഷിക്കാൻ കഴിയാതെ വന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രൈവറ്റ് എയർലൈൻസ് വന്നു. അപ്പൊ പ്രൈവറ്റ് എയർലൈൻസ് വരുമ്പോൾ ഈ പൊതുമേഖല എയർലൈൻ, അതായത് എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസ് കോർപ്പറേഷനും, ഇവ രണ്ടും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടേതാണ്. അപ്പം ഒരുപാട് തസ്തികകൾ കാണും. നമുക്കറിയാം, ഇപ്പൊ കേരള ഗവൺമെന്റിൽ തന്നെ 37,000-ലധികം അധിക തസ്തികകൾ 2014 തന്നെ കേരളത്തിൽ നിലനിൽപ്പുണ്ടായിരുന്നു. അതായത് പിന്നെ 37,000-ലധികം അധിക തസ്തികകൾ എന്നാണ് ഞാൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഒരു ഗവൺമെന്റ് ആയാല് പല കാരണവശാലും പല രീതികളിലും സ്വാധീനം ചെലുത്തി അതിനകത്ത് കയറിക്കൂടാൻ ജീവനക്കാരുടെ ശ്രമം ഉണ്ടാകും, പ്രത്യേകിച്ചും രാഷ്ട്രീയമായ ഇടപെടലുകൾ മൂലം. അങ്ങനെ ഒരു പക്ഷേ ഈ എയർ ഇന്ത്യയിലും ഇന്ത്യൻ എയർലൈൻസിലും ഒക്കെ ആവശ്യത്തിലധികം തൊഴിലാളികൾ ഉണ്ടാവുക, അവരൊക്കെ വലിയ ശമ്പളം പറ്റുന്നവരാവുക, ശമ്പളവും മറ്റതുപോലുള്ള സൗകര്യങ്ങളും സൗജന്യങ്ങളും പറ്റുന്നവരാവുക. അങ്ങനെ വന്നപ്പോഴാണ് അതേ സമയത്ത് സ്വകാര്യ എയർലൈൻ കമ്പനി ആണെങ്കിൽ ഒരു പരിധി വിട്ട് ഈ പറയപ്പെട്ട സൗകര്യങ്ങളൊന്നും കൊടുക്കില്ല, അതിന് ഒരു പരിധി കാണും. അപ്പൊ അങ്ങനെ പരിധി വിട്ട സൗകര്യങ്ങളും സൗജന്യങ്ങളും ആളുകളും, അതായത് ആവശ്യത്തിലധികം ഉദ്യോഗസ്ഥർ ഉണ്ടാവുക, അവർക്കെല്ലാം പരിധി വിട്ട് ശമ്പളവും മറ്റ് സൗകര്യങ്ങളും കൊടുക്കുക. ഇങ്ങനെയാണ് ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യയും നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നത്. അങ്ങനെ ഗതികെട്ടാണ് 2022 ജനുവരി 27 18,000 കോടിക്ക്, ഓർമ്മിക്കുക 1947 നമ്മുടെ 1953 2.8 കോടി രൂപ 2.8 കോടി രൂപ ടാറ്റയാക്കി കൊടുത്താണ് എയർ ഇന്ത്യ ഇന്ത്യയുടെ കമ്പനിയാക്കി മാറ്റുന്നത്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കമ്പനിയാക്കി മാറ്റുന്നത്. അതേ കമ്പനി തിരിച്ച് അതേ ടാറ്റയ്ക്ക് കൊടുക്കുകയാണ് 2022 ജനുവരി 27 18,000 കോടിക്ക്, 2.8 കോടിക്ക് വാങ്ങി 18,000 കോടിക്ക് തിരിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ടാറ്റയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. എന്തുകൊണ്ടാണ് എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസ് നഷ്ടത്തിലേക്ക് പോയത്? ഈ പറയപ്പെട്ട ഓവർ സ്റ്റാഫിംഗ്, സ്റ്റാഫിന്റെ ഒക്കെ ആവശ്യത്തിലധികമുള്ള
ശമ്പളവും മറ്റ് സൗകര്യങ്ങളും അവധികളും ഒക്കെ, ഇങ്ങനെയുള്ള എല്ലാ കാരണങ്ങൾ കൊണ്ടുമാണ് നഷ്ടത്തിലേക്ക് ഓടിയത്. അപ്പോൾ ടാറ്റ ഒരു പ്രൈവറ്റ് കമ്പനിയാണ്. ടാറ്റ തീർച്ചയായിട്ടും എത്രയൊക്കെ സൗജന്യങ്ങൾ കൊടുക്കും എന്ന് പറഞ്ഞാലും തന്റെ കീഴിലുള്ള ഒരു പ്രധാനപ്പെട്ട കമ്പനി നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നത് കാണാൻ ഇഷ്ടപ്പെടുകയില്ല. ഒരു മൂലധനം മുടക്കുന്നവനും അങ്ങനെ കാണാൻ ആഗ്രഹിക്കില്ല. കാരണം മൂലധനം മുടക്കിയാൽ ആർക്കും നഷ്ടം വരുത്തേണ്ട, തൊഴിലാളികളെ നോക്കണം. അതുപോലെ തന്നെ ആ മൂലധനം നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തുന്നില്ല എന്നും ഉറപ്പുവരുത്താൻ ആ മൂലധനം മുടക്കിയവന് ഉത്തരവാദിത്വമുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു കോർപ്പറേറ്റും നിലനിൽക്കുകയില്ല, ഒരു വികസനവും ഒരു വളർച്ചയും ഉണ്ടാവുകയില്ല. വളർച്ച ഉണ്ടായെങ്കിലല്ലേ തൊഴിലുണ്ടാകൂ, തൊഴിലുണ്ടായാലല്ലേ പിന്നെ വികസനത്തിലേക്ക് പോകുന്നു എന്ന് പറയാൻ പറ്റും. അപ്പം അങ്ങനെ ഒരു കാലഘട്ടത്തിലാണ് അത് ഓർമ്മിക്കുക. 2022 ഇപ്പൊ 23 വന്ന ILOയുടെ റിപ്പോർട്ട്, 23 24 ആരംഭത്തിൽ വന്ന ILOയുടെ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ 83.4% തൊഴിലില്ലായ്മ. ഒരുപക്ഷെ ലോകത്ത് മറ്റൊരു രാജ്യത്തും കാണില്ല ഇത്രയും വലിയ തൊഴിലില്ലായ്മ. ഓക്കെ, നമുക്കപ്പോ ഒരു കാര്യം കൂടി ഓർക്കണം. 144,17,00,000 ഒന്നാമത്തെ പോപ്പുലേഷനായ ഇന്ത്യയുടെ ഇപ്പോഴത്തെ പോപ്പുലേഷൻ. ആ പോപ്പുലേഷന്റെ 83.4% തൊഴിലില്ലാതിരിക്കുന്ന ഒരവസ്ഥയിലാണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ 2022 ജനുവരി 27 18,000 കോടി കൊടുത്ത് ടാറ്റ തന്നെ തിരിച്ചു പിടിക്കുന്നു എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും. അങ്ങനെ സേവനം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യ കാലഘട്ടത്തിൽ മുതലേ തൊഴിലാളികൾക്ക് വിമ്മിഷ്ടം തുടങ്ങുന്നു. എങ്ങനെയാണ് വിമ്മിഷ്ടം തുടങ്ങുന്നത്? ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പോറ്റിയതുപോലെ ആവശ്യത്തിലും അനാവശ്യത്തിലുമുള്ള സൗകര്യങ്ങൾ കൊടുത്ത് ഒരു കമ്പനിക്ക് മുന്നോട്ട് പോകാനൊക്കില്ല. അതുകൊണ്ടാണല്ലോ എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും കുത്തനെ നഷ്ടത്തിലേക്ക് വീണത്, വിറ്റ് തൊലക്കേണ്ട ഗതികേടിലേക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ വന്നു ചേർന്നത്. അപ്പം നാച്ചുറലി ടാറ്റയുടെ കയ്യിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു റീസ്ട്രക്ചറിങ് ഉണ്ടായി. ആ റീസ്ട്രക്ചറിങ് തൊഴിലാളികൾക്ക് അതുവരെ അനുഭവിച്ചിരുന്ന സുഖലോലുപതകളും ഉയർന്ന ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും അതിലൊക്കെ ചെറിയ ചെറിയ വെട്ടിത്തിരുത്തലുകൾ വന്നു. അങ്ങനെ ചെറിയ ചെറിയ വെട്ടിത്തിരുത്തലുകൾ വന്നപ്പോൾ മുതൽ അവിടെ, അതായത് ജോലിഭാരം കൂടി, പല കാരണങ്ങൾ പറഞ്ഞും ജോലിഭാരം ലഘൂകരിക്കും. ഗവൺമെന്റ് സെക്ടറിൽ എപ്പോഴും അങ്ങനെയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളിലോ ഗവൺമെന്റ് സെക്ടറിലോ എപ്പോഴും എല്ലാ ഭാരവും ലഘൂകരിച്ച് എല്ലാ വരുമാനവും വർദ്ധിപ്പിക്കുന്നത് എങ്ങനെ എന്നതിലാണ് തൊഴിലാളികൾ ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഗവേഷണം നടത്താൻ ഒരു സ്വകാര്യ കമ്പനി സമ്മതിക്കത്തില്ല. അപ്പൊ എന്ത് സംഭവിച്ചു? ഈ റീസ്ട്രക്ചറിങ്ങിന്റെ ഫലമായിട്ട് എല്ലാവരുടെയും പണ്ട് അനുഭവിച്ചിരുന്ന, ഗവൺമെന്റിന്റെ അധീനതയിലായിരുന്നപ്പോൾ അനുഭവിച്ചിരുന്ന ഒരുപാട് സൗജന്യങ്ങൾ കുറഞ്ഞു. ഒരുപാട് സൗജന്യങ്ങൾ, അതായത് നിയതമായ അളവിൽ മാത്രമാണ് കുറഞ്ഞത്. പക്ഷെ ഒരു കുറവും അംഗീകരിക്കുന്നവരല്ലല്ലോ നമ്മുടെ ഈ തൊഴിലാളികൾ എന്ന് പറയുന്നവർ. മാർക്സ് സർവലോക തൊഴിലാളികളെ സംഘടിച്ച് ശക്തരാകുവിൻ എന്ന് പറഞ്ഞ ദുരവസ്ഥ, അതേത് ദുരവസ്ഥയായിരുന്നു എന്ന് ഇന്നത്തെ തൊഴിലാളികൾക്ക്, ഇങ്ങനെയുള്ള എയർലൈൻസിലോ ഒക്കെ വലിയ വലിയ പ്രൊഫഷണലുകളിൽ ഇരിക്കുന്നവർക്ക് അറിഞ്ഞുകൂടാ. ഇപ്പോഴും അതറിയുന്നത് നമുക്ക് ഈ തീരെ താഴെ തട്ടിലുള്ള ജോലികൾ ചെയ്യുന്ന 330 രൂപ കൂലി മേടിക്കുന്ന, അല്ലെങ്കിൽ അതിനേക്കാൾ താഴ്ന്ന കൂലി മേടിക്കുന്നവർക്കേ അന്നത്തെ ആ അവസ്ഥ അറിയാവൂ. അപ്പോ ഇതൊക്കെ ഇരിക്കെയാണ് ഈ എയർ ഇന്ത്യ, ഈ ഇന്ത്യൻ എയർലൈൻസും വീണ്ടും ടാറ്റയുടെ കൈകളിൽ എത്തിയ അന്ന് മുതൽ തുടങ്ങിയതാണ് പുകയാൻ തുടങ്ങിയതാണ് തൊഴിലാളികളിൽ നിന്നുള്ള സമ്മർദ്ദം. ആ സമ്മർദ്ദമാണ് പുകഞ്ഞ് ഇപ്പോഴ് ഈ തരത്തിലേക്ക് മാറിയത്. ഇപ്പൊ എന്താ സംഭവിച്ചത്? 60 പേർ ഒറ്റയടിക്ക്, അതായത് തൊഴിൽ സമരം നടത്താൻ പോവുകയാണ്, ഞങ്ങള് പണി മുടക്കുന്നു എന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുത്താല് ഈ പറയപ്പെട്ട എയർ ഇന്ത്യ, ഇന്ത്യൻ എയർലൈൻസ്, അതായത് ടാറ്റ ഗ്രൂപ്പിന് പ്രതിവിധി കണ്ടെത്താൻ പറ്റും. പകരം ആൾക്കാരെ പെട്ടെന്ന് തന്നെ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ റിക്രൂട്ട് ചെയ്ത്, അതായത് തൽക്കാലത്തേക്ക് ടെമ്പററി ആയിട്ട് റിക്രൂട്ട് ചെയ്ത് ഈ സേവനങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. അതായത് ഇങ്ങനെയുള്ള ഒരു തിരിച്ചടി ടാറ്റയ്ക്ക് ഉണ്ടാകാത്ത പരുവത്തില് കാര്യങ്ങൾ ക്രമീകരിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ പോലും ക്രമീകരിക്കാതെ ടാറ്റയെ കടുത്ത സമ്മർദ്ദത്തിലാക്കി കാര്യം നേടുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് പണിമുടക്ക് എന്ന ഇത് BMS-ഉമായിട്ട്
BJP ഗവൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള യൂണിയനുകളാണ് ഇതിൽ പെട്ടിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏത് യൂണിയനും ആകട്ടെ അധാർമികമാണ്. ഏത് യൂണിയൻ ആയാലും ഇത് അധാർമികമാണ്. കാരണം ഒരു ടാറ്റ കോർപ്പറേറ്റിനെ അല്ല ഇവിടെ പാഠം പഠിപ്പിച്ചത്, ഈ നാട്ടിലെ നിരവധിയായ ജനങ്ങളെയാണ്. അതായത് സ്വന്തം ജീവനോപാധി തേടി അന്യദേശങ്ങളിലേക്ക് പോകുന്ന വിസ കാലം തീരുന്നവർ, അതുപോലെ തന്നെ ഇന്ന് തന്നെ അയൽ രാജ്യത്തെത്തി ജോലിയിൽ പ്രവേശിച്ചില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുന്നവർ, അങ്ങനെ നിരവധിയായ തരത്തിൽ. അതായത് ഒരു സ്ത്രീ കരയുന്ന ഇത് ഞാൻ കേട്ടു. ഭർത്താവിന് ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ്, രണ്ടാമത്തെ ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞ് അവിടെ ആശുപത്രിയിൽ ആണ്. അപ്പോ അദ്ദേഹത്തെ ശുശ്രൂഷിക്കാനും കാണാനുമായിട്ടാണ് ഞാൻ ഇറങ്ങിത്തിരിച്ചത്. ഇനി എനിക്ക് എന്ന് ചെല്ലാൻ പറ്റും എന്നറിയാതെ കണ്ണീർ പൊഴിക്കുന്ന ഒരു സ്ത്രീ, കൈക്കുഞ്ഞുങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുന്ന അമ്മമാർ, അവരൊക്കെ ഈ കൈക്കുഞ്ഞുങ്ങളെ പിടിച്ച് എന്തിനാ അയൽ രാജ്യങ്ങളിലേക്കോ മറ്റു രാജ്യങ്ങളിലേക്കോ പോകുന്നത്? അതൊക്കെ ജീവനോപാധിക്ക് വേണ്ടി മാത്രമാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ILO പറഞ്ഞ കണക്ക്, 83.4% തൊഴിലില്ലായ്മ നിലനിൽക്കുന്ന ഇന്ത്യയിൽ നിന്നാണ് ആൾക്കാർ ഇങ്ങനെ കൈക്കുഞ്ഞുങ്ങളുമായിട്ട്, കൈക്കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ അതിന് 2-3 വയസ്സ് വരെ മുലപ്പാൽ ഊട്ടുക എന്ന ദൗത്യം ഒരമ്മയ്ക്കുള്ളതാണ്. പോട്ടെ 10 മാസമെങ്കിലും. അതിലും പ്രായം കുറഞ്ഞ കൊച്ചു കുഞ്ഞുങ്ങളെയും പേറി അന്യദേശത്തേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അവരുടെ കഷ്ടകാലം അത്രയാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പൊ അങ്ങനെ ഓടുന്ന മനുഷ്യരെ, അവരെ പിടിച്ചു നിർത്തിക്കൊണ്ട് നിങ്ങളുടെ ടിക്കറ്റ് ഫെയർ കിട്ടുന്നതല്ല അവർക്ക് പ്രധാനം. ആ ടിക്കറ്റിന്റെ ഫെയറിനേക്കാൾ എത്രയോ പ്രധാനപ്പെട്ടതാണ് വളരെ ദൂരം. അതുപോലെ തന്നെ പിന്നെ ഉംറ കർമ്മത്തിന് വേണ്ടി പോകുന്നവര്, അവർക്കൊക്കെ ഒരു സമയപരിധിയുണ്ട്. അത് കഴിഞ്ഞ് അങ്ങനെ പോയത് കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അങ്ങനെ ഉള്ള നിരവധി തരത്തിലുള്ള, അതായത് 78 ഫ്ലൈറ്റ്സോ മറ്റാണ് മുടങ്ങുന്നതായിട്ട് രാവിലെ തന്നെ കേട്ടത്. അത് 10-12 രാജ്യങ്ങളിലേക്കുള്ള ഫ്ലൈറ്റ്സ് ആണ് മുടങ്ങുന്നത്. അപ്പൊ ഒന്ന് ഓർത്തു നോക്കുക, ഏത് തരത്തിലാണ്, എങ്ങനെയാണ് ഇത്ര ക്രൂരമായ രീതിയിൽ ഒരു ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് 60 പേർ ഒന്നിച്ച് മെഡിക്കൽ ലീവ് എടുക്കുക? അങ്ങനെ അതായത് അല്ലാതെ, അതായത് പണിമുടക്കാനാണ് അവർ തീരുമാനിച്ചിരുന്നത് എങ്കിൽ അവർ നേരത്തെ തന്നെ മുൻകൂട്ടി തന്നെ അതിന്റെ തീരുമാനം അറിയിക്കണം. അങ്ങനെ അറിയിക്കാതെ മുൻകൂട്ടി പെർമിഷൻ ഇല്ലാതെ സമരത്തിലേക്ക് പോകാൻ ഒക്കില്ല. അപ്പൊ ആക്ഷൻ എടുക്കും. ഇവിടെ ആക്ഷൻ ഒന്നും എടുക്കാതെ മെഡിക്കൽ ലീവിലാണ് ഇവര് ഈ തരത്തിലുള്ള രീതിയിൽ കമ്പനിയെ മുട്ടുകുത്തിക്കാനായിട്ട് നോക്കുന്നത്. അപ്പൊ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, മനസാക്ഷിയുള്ളവർ മനസ്സിലാക്കണം. അതായത് സ്വന്തം സൗകര്യങ്ങളും സ്വന്തം അതായത് സ്ഥാനമാനങ്ങളും, അതായത് പ്രൊമോഷനാകാം ഇവരുടെ പ്രശ്നം, ശമ്പളമാകാം ഇവരുടെ പ്രശ്നം, അതുപോലെ അല്ലെങ്കിൽ ഇവർക്ക് കിട്ടാൻ പോകുന്ന മറ്റാനുകൂല്യങ്ങൾ, അതായത് എന്താ പറയുക, ഇടവേളകൾ തൊട്ട് പല തരത്തിലുള്ള ആനുകൂല്യങ്ങളായ ഇവരുടെ പ്രശ്നം. ഈ പ്രശ്നങ്ങളെക്കാൾ ഒക്കെ എത്രയോ വലുതാണ് ആയിരക്കണക്കിന് ആൾക്കാരുടെ ജീവൻ മരണ പോരാട്ടത്തിന് തടസ്സം സംഭവിച്ചു എന്നുള്ളത്. അവരുടെ കണ്ണീര്, അവരുടെ കുടുംബങ്ങളുടെ ആദിയും കണ്ണീരും, അതായത് തിരിച്ചു പോകാൻ വളരെയധികം കിലോമീറ്റർ ട്രാവൽ ചെയ്ത് വന്നവർക്ക് തിരിച്ച് അവരുടെ സങ്കേതങ്ങളിലേക്ക് എത്തിപ്പെടണമെങ്കിൽ അതിനുള്ള ബുദ്ധിമുട്ട്, അതിനുള്ള ചെലവ്, എല്ലാ തരവും. അതായത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, കേരളം പോലെ ഇന്ത്യ പോലെ ഉള്ള ഒരു രാജ്യത്ത് കുറെ ഫ്ലൈറ്റ്സ് മുടങ്ങുകയാണെങ്കിൽ എത്രയേറെ മനുഷ്യരാണ് അതിന്റെ കഷ്ടത അനുഭവിക്കേണ്ടി വരുന്ന. ആ കഷ്ടതയൊന്നും ഒരു തരത്തിലും നമുക്ക് വർണ്ണിക്കാൻ പറ്റുന്നതല്ല. കാരണം ഓരോരുത്തരുടെ കഷ്ടതയ്ക്കും ഓരോ തരമായിരിക്കും അതിന്റെ തീവ്രത, അത് ഉണ്ടാക്കുന്ന വ്രണം. അപ്പൊ അത് ഇവർക്ക് ഒരു കാരണവശാലും ഭേദമാക്കാൻ ഒക്കുകയില്ല. ഒരു കോടതിയും ഒരു സമൂഹവും ഇത്തരം ക്രൂരകൃത്യങ്ങൾക്ക് കരുണ കാണിക്കരുത്. ഇവർ നീതി അർഹിക്കുന്നവരല്ല. നീതി അർഹിക്കുന്നത് ഈ യാത്രയ്ക്ക് വന്ന് വലഞ്ഞവരാണ്. അവർക്ക് ടിക്കറ്റിന്റെ ഫെയർ മാത്രമല്ല കൊടുക്കേണ്ടത്, അവർക്ക് ഈ കാലയളവിൽ വന്നുപോയ നഷ്ടങ്ങൾക്കൊക്കെ എയർ ഇന്ത്യ, ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് തന്നെ
പ്രായശ്ചിത്തം ചെയ്യണം, അല്ലെങ്കിൽ അതിന് വേണ്ട എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് അവരെ ആശ്വസിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് അവർക്ക് പരിഹാരം കണ്ടെത്തേണ്ടത്, കൃത്യമായ നീതിപൂർവകമായ ഇടപെടൽ നടത്താൻ ടാറ്റ മുന്നോട്ട് വരണം. അതുപോലെ തന്നെ കമ്പനി കോടതിയും ഗവൺമെന്റും ഇക്കാര്യത്തിൽ വളരെ ശക്തമായ നടപടി എടുക്കണം. ഒരിക്കലും ആ 60 തൊഴിലാളികളുടെ, അതായത് എയർ ക്രൂ ആയിട്ട് ഈ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുത്ത് മാറി നിന്ന 60 കിങ്കരന്മാരുടെ കൂട്ടത്തിൽ വനിതകളും ഉണ്ടാകാം. ഏതായാലും അവരുടെ കൂടെ നിൽക്കരുത്. അവരുടെ ഭാഗത്ത് ശരിയില്ല, ഒരു തരി പോലും ശരിയില്ല. സ്വന്തം സ്വാർത്ഥത മാത്രമാണ് അവരുടെ ഭാഗത്തുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടവർ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക.